ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ അച്ചമ്മ വന്നതില് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ, നന്ദിനി ഒഴികെ. അങ്ങനെ ശ്രീചേട്ടത്തിയുടെ കറി പൗഡർ ബിസിനസിനോടൊപ്പം അച്ചമ്മയുടെ പലഹാരങ്ങൾ ഉൾപ്പെടുത്താൻ അവരുടെ പ്ലാന്. അങ്ങനെ ശേഷം പിന്നീട് അച്ചമ്മയും വേദയും മാത്രം കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലിരുന്ന് സംസാരിക്കുകയാണേ. വേദയ്ക്ക് മാത്രമായിട്ട് അച്ചമ്മ കുറച്ച് സ്പെഷ്യലായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് കമ്മല്, അതായത് ഫാൻസി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അതിനിടയിൽ അച്ചമ്മ പറയും, അച്ഛനും മോനും തമ്മിൽ പണ്ടത്തെ പോലുള്ള അടുപ്പത്തിലേക്ക് വരണം, അതിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേദയ്ക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കൊടുക്കണ അച്ഛമ്മ. പിന്നീട് വിക്രം വരുമ്പോൾ 3 പേരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷേത്രത്തിലേക്കൊക്കെ പോവാൻ നിൽക്കാണ്. പിന്നീട് കാണിക്കുന്നത് വേദ ശ്രീചേർത്തിയെ കൂട്ടി ബാങ്കിലേക്ക് ചെല്ലണേ, പൈസ വാങ്ങിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാല് പൈസ കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ ശ്രീജ വേദ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് കരഞ്ഞു പോവാ. എന്താ ശ്രീചേർത്തി ഇത്? ശ്രീജ കൈ പിടിച്ചിട്ട് പറയും, എന്നെ പോലെ ഒരു ദരിദ്രവാസി പെണ്ണിന് ഇത് വലിയ കാര്യം മോളെ എന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ ശ്രീനിവാസന്റെ അടുത്ത് വിക്രം ചെന്നിരിക്കണേ. വിക്രമിനെ തല്ലിയ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ശ്രീനി സാർ പറയും, ഇനി ഇത് വെറുതെ വിടാൻ പറ്റില്ല വിക്രം, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് വിക്രമിനെ വീണ്ടും പ്രശ്നത്തിലേക്ക് ആക്കാനാണ് അങ്ങേര് ശ്രമിക്കുന്നത്. വിക്രമിന് ദേഷ്യമുണ്ട്, എങ്കിലും വിക്രമിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവര് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് വിക്രം അവരോടെല്ലാം കാര്യം പറയും. അനിയൻകുട്ടൻ പറയും, ഇനിയിപ്പോ എന്താ ചെയ്യാ, നീ കഷ്ടകാലത്തിന് നീ മാല ഇടുകയും ചെയ്തില്ലേ. അപ്പോ ജോസഫ് പറയും, അത് കുഴപ്പമില്ല, തൽക്കാലം ഒരു വഴിയുണ്ട് എന്നിങ്ങനെ പറയുന്നിടത്ത് ആ പ്രമോ കഴിയുന്നത്. ജോസഫ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. വിക്രം വീണ്ടും ശ്രീനിവാസിന് വേണ്ടി ഇനി മാല അഴിക്കുമെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്